ഗുഡ് മോർണിംഗ്. വീക്കിലി ട്രെൻഡ് സെറ്റേഴ്സിലേക്ക് സ്വാഗതം. ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻസ് മെച്ചപ്പെടുന്നതും ക്രൂഡ് വിലയിലുണ്ടാകുന്ന ഇടിവും ഇന്ത്യ UK സ്വതന്ത്ര വ്യാപാര കരാർ പ്രതീക്ഷകളും വിദേശ നിക്ഷേപകരുടെ തിരിച്ചുവരവുമെല്ലാം ആഴ്ചയിലെ അവസാന ദിനത്തിലെ ട്രേഡിംഗിൽ ബുൾസിന്റെ ആധിപത്യം ഉറപ്പിച്ചു. ഇതോടെ നിഫ്റ്റി 50 സൂചിക 25,000 എന്ന നിർണായക ലെവലും മറികടന്നു. പ്രോജക്ട് ഫിനാൻസിംഗ് മാനദണ്ഡങ്ങൾ ലഘൂകരിച്ചുകൊണ്ട് RBIയുടെ നടപടി ഫൈനാൻഷ്യൽ സെക്ടറിനെയും ഉണർവിലാക്കി. പ്രതിവാര പ്രകടനം നോക്കുമ്പോൾ 1.59% നേട്ടമാണ് നിഫ്റ്റി 50 സൂചിക രേഖപ്പെടുത്തിയത്. 1.31% നേട്ടം ബാങ്ക് നിഫ്റ്റിയും നൽകി. സമ്മിശ്ര പ്രതികരണം രേഖപ്പെടുത്തിയ സൂചികകളിൽ ഏറ്റവും അധികം മുന്നേറ്റം നടത്തിയത് പ്രൈവറ്റ് ബാങ്ക് ഇൻഡെക്സ് ആണ്. നേട്ടം 1.64%. തൊട്ടു പിന്നാലെ 1.51% നേട്ടം നൽകിക്കൊണ്ട് O2 സൂചികയും മുന്നിട്ട് നിന്നു. 1.36% ഗെയിൻ IT സൂചികയും കാഴ്ചവെച്ച വാരത്തിൽ 2.97% ഇടിവോടെ മീഡിയ സൂചികയാണ് ഏറ്റവും അധികം ഇടിവിലേക്ക് നീങ്ങിയത്. തുടർച്ചയായ പ്രോഫിറ്റ് ബുക്കിംഗ് നേരിട്ട PSU ബാങ്ക് ഇൻഡെക്സ് 1.3% ഇടിവും രേഖപ്പെടുത്തി. ബ്രോഡർ മാർക്കറ്റിലും ഇടിവ് പ്രകടമായിരുന്നു. യുദ്ധവും ഫെഡ് അടക്കമുള്ള പ്രധാന സെൻട്രൽ ബാങ്കുകളുടെ ധനനയ യോഗ തീരുമാനങ്ങളുമായിരുന്നു പോയ വാരം ലോക വിപണികളെ നയിച്ചത്. താരിഫ് നടപടികളിലെ അനിശ്ചിതാവസ്ഥയും പശ്ചിമേഷ്യൻ സംഘർഷങ്ങളും കാരണം തൽസ്ഥിതി തുടരുന്ന നിലപാടാണ് ഫെഡ് ഉൾപ്പെടെയുള്ള പ്രമുഖ സെൻട്രൽ ബാങ്കുകൾ കൈക്കൊണ്ടത്. വീക്കിലി ബേസിസിൽ കൺസോളിഡേഷൻ മോഡിൽ തന്നെയാണ് US സൂചികകൾ വ്യാപാരം അവസാനിപ്പിച്ചത്. ഡൗ ജോൺസ് 0.02% നേട്ടവും നാസ്ഡക് 100 0.02% മാർജിനൽ ഇടിവിലും S&P 500 സൂചിക 0.15% നഷ്ടത്തിലുമാണ് ട്രേഡിംഗ് അവസാനിപ്പിച്ചത്. ജൂൺ അവസാന വാരത്തിൽ US സൂചികകളെ കാത്തിരിക്കുന്നത് നിർണായകമായ ഡേറ്റകളാണ്. ജൂൺ 23 അമേരിക്കയുടെ നിർമ്മാണ സർവീസ് സെക്ടറുകളുടെ കണക്കുകൾ എത്തും. ജൂണിലെ ഈ സെക്ടറുകളുടെ വളർച്ചയെ സംബന്ധിച്ച ചിത്രം ഡേറ്റകളിലൂടെ നിക്ഷേപകർക്ക് ലഭിക്കും. ഒപ്പം അന്ന് തന്നെ എക്സിസ്റ്റിംഗ് ഹോം സെയിൽസ് ഡേറ്റകളും എത്തുന്നുണ്ട്. ഭവന വിൽപ്പനയിൽ നേരിയ തോതിലുള്ള സമ്മർദ്ദം നേരിട്ടേക്കാം എന്നാണ് ഇപ്പോഴുള്ള അനുമാനം. ജൂൺ 24 CB കൺസ്യൂമർ കോൺഫിഡൻസ് ഡേറ്റയും എത്തും. ജെറോം പവലിന്റെ പ്രസ്താവനയും വിപണികൾക്ക് നിർണായകമാകും. പലിശ നിരക്ക് കുറയ്ക്കാത്തതിനെ ട്രംപ് നിശിതമായി വിമർശിച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിൽ പവലിന്റെ പ്രസ്താവനകളും സൂചികകൾക്ക് നിർണായകമാകും. ജൂൺ 25 ന്യൂ ഹോം സെയിൽസ് ഡേറ്റകൾ പ്രസിദ്ധീകരിക്കും. ജൂൺ 26 ഡ്യൂറബിൾ ഗുഡ്സ് ഓർഡേഴ്സും ലഭ്യമാകും. നിർമ്മാണ മേഖലയുടെ ഗതി ഈ ഡേറ്റകളിലൂടെ വ്യക്തമാകും. ഒപ്പം പതിവ് പോലെ തന്നെ ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിംസ് ഡേറ്റയും എത്തുന്നുണ്ട്. അന്ന് തന്നെ എത്തുന്ന GDP അനുമാനങ്ങളും വിപണി ശ്രദ്ധ പിടിച്ചുപറ്റും. ജൂൺ 27 കോർ PCE ഡേറ്റകൾ ലഭ്യമാകും. പണപ്പെരുപ്പത്തിന്റെ ഗതിയെ നിർണ്ണയിക്കാൻ ഏറ്റവും കൂടുതലും ഡിപ്പെൻഡ് ചെയ്യുന്ന ഡാറ്റ ആയതുകൊണ്ട് തന്നെ PCE ഡാറ്റകൾ നിക്ഷേപകർ ഉറ്റുനോക്കുന്ന ഡാറ്റയാണ്. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ ധനനയത്തിൽ തൽസ്ഥിതി തുടർന്നതും അനുമാനങ്ങൾക്കനുസൃതമായ ഡാറ്റകളുമായിരുന്നു യൂറോപ്യൻ വിപണികൾക്ക് പോയ വാരം നിർണായകമായത്. പ്രതിവാര പ്രകടനത്തിൽ ഡാക്സ് സൂചിക 0.7% ഇടിവ് റിപ്പോർട്ട് ചെയ്തപ്പോൾ FTSE 100 0.94% നഷ്ടത്തിലുമാണ് ട്രേഡിംഗ് അവസാനിപ്പിച്ചത്. വിൽപ്പനാ സമ്മർദ്ദം ശക്തമായിരുന്ന CAC 40യുടെ നഷ്ടം 1.24% ജൂൺ 23 വരുന്ന ഫ്രാൻസ്, ബ്രിട്ടൻ, ജർമ്മനി, യൂറോസോൺ എന്നീ രാജ്യങ്ങളുടെ നിർമ്മാണ സർവീസ് മേഖലകളുടെ PMIയും ബ്രിട്ടൻ, യൂറോസോൺ എന്നിവയുടെ കോമ്പസിറ്റ് PMI കണക്കുകളുമായിരിക്കും വിപണി ശ്രദ്ധ ആദ്യം ആകർഷിക്കുക. എല്ലാ ഡേറ്റകളിലും നേരിയ മുന്നേറ്റമാണ് പ്രതീക്ഷിക്കുന്നത്. തുടർന്ന് ജൂൺ 27 ഫ്രാൻസിന്റെ CPI കണക്കുകൾ കൂടി വരുന്നതോടെ ജൂൺ മാസത്തിലെ യൂറോ മേഖലയുടെ പണപ്പെരുപ്പത്തിന്റെ ഗതി നിക്ഷേപകർക്ക് വ്യക്തമാകും. തൽസ്ഥിതി തുടർന്ന ബാങ്ക് ഓഫ് ജപ്പാൻ, പീപ്പിൾസ് ബാങ്ക് ഓഫ് ചൈന എന്നീ സെൻട്രൽ ബാങ്കുകളുടെ ധനനയ തീരുമാനങ്ങളും സമ്മിശ്രമായ ഡാറ്റകളുമായിരുന്നു ഏഷ്യൻ സൂചികകളെ നയിച്ചത്. അടുത്ത വാരത്തിൽ ജപ്പാന്റെ സർവീസ് PMI കണക്കുകളോടായിരിക്കും ഏഷ്യൻ സൂചികകൾ ആദ്യം പ്രതികരിക്കുക. തുടർന്ന് ജൂൺ 24 ബാങ്ക് ഓഫ് ജപ്പാൻ പബ്ലിഷ് ചെയ്യുന്ന CPI ഡാറ്റകളായിരിക്കും അടുത്ത വാരം പ്രധാനമായും ഏഷ്യൻ സൂചികകളുടെ ഗതിയെ നിർണ്ണയിക്കുക. കമോഡിറ്റി മാർക്കറ്റിൽ പോയ വാരം നേട്ടമാണ് കാണാൻ കഴിഞ്ഞത്. ബ്രെന്റ് ക്രൂഡ് വാരാന്ത്യത്തിൽ 2.91% നേട്ടത്തിൽ ബാരലിന് $75.67, സമാനമായി WTI ക്രൂഡ് പ്രതിവാരാടിസ്ഥാനത്തിൽ 3.03% നേട്ടത്തിൽ ബാരലിന് $73.55 എന്ന നിലയിലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. മിഡിൽ ഈസ്റ്റ് സംഘർഷങ്ങൾ ക്രൂഡ് സപ്ലൈയെ ബാധിച്ചേക്കുമെന്ന ഭയമാണ് ഈ വാരവും എണ്ണവിലയെ മുകളിലേക്ക് നയിച്ചത്.
അമേരിക്ക യുദ്ധത്തിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുന്നതാണ് എണ്ണവില കൂടുതൽ മുകളിലേക്ക് പോകാതെ പിടിച്ചു നിർത്തുന്നത്. ടെക്നിക്കൽ സൈഡിൽ ബ്രെന്റ് ക്രൂഡിന്റെ ആദ്യ സപ്പോർട്ട് $70.57 തുടർന്ന് $68.1 അപ്സൈഡിലേക്ക് വരുമ്പോൾ $77.97 റെസിസ്റ്റൻസ്. ഇത് മറികടക്കാൻ സാധിച്ചാൽ $81.17 റെസിസ്റ്റൻസ് ആയി ആക്ട് ചെയ്യും. WTI ക്രൂഡിന്റെ ടെക്നിക്കൽസ് പരിശോധിച്ചാൽ ആദ്യ സപ്പോർട്ട് $67.18 തുടർന്ന് $64.96 $59.4 സപ്പോർട്ട് പരിഗണിക്കാവുന്നതാണ്. മറുവശത്ത് $75.35 ആദ്യ റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കാം. ഈ ഒരു ലെവൽ മറികടന്നാൽ $79.64 റെസിസ്റ്റൻസ് ആയി ആക്ട് ചെയ്യും. സ്വർണ്ണവില പ്രതിവാരാടിസ്ഥാനത്തിൽ 1.84% ഇടിവോടെ ട്രോയ് ഔൺസിന് $3371.39 വ്യാപാരം അവസാനിപ്പിച്ചത്. ഇസ്രയേൽ ഇറാൻ യുദ്ധം സൃഷ്ടിച്ച ഭീതി വിപണികളിൽ കുറഞ്ഞു എന്നതിന്റെ സൂചനയായാണ് അനലിസ്റ്റുമാർ ഇതിനെ വിലയിരുത്തുന്നത്. US വിപണിയിൽ ഇടിവുണ്ടായെങ്കിലും യുദ്ധത്തിന്റേതായ പാനിക് വിപണികളിൽ ഇല്ല എന്നതും US ഫെഡ് പലിശ നിരക്കുകൾ നിലനിർത്തിയതും സ്വർണത്തിന് തിരിച്ചടിയായിട്ടുണ്ട്. ടെക്നിക്കൽ സൈഡിൽ ഗോൾഡിന്റെ ആദ്യ സപ്പോർട്ട് $3292 തുടർന്ന് $3231 അപ്സൈഡിലേക്ക് വരുമ്പോൾ $3421 ആദ്യ റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കാം. ഈ ലെവൽ മറികടക്കാൻ സാധിച്ചാൽ 3502 റെസിസ്റ്റൻസ് ആയിട്ട് പ്രതീക്ഷിക്കാം. ഇന്ത്യൻ രൂപ പ്രതിവാരാടിസ്ഥാനത്തിൽ നേട്ടമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വാരാന്ത്യത്തിൽ 0.54% നേട്ടത്തോടെ 86.55 എന്ന ലെവലിലാണ് രൂപ വ്യാപാരം അവസാനിപ്പിച്ചത്. $86.92 എന്ന നിലയിലാണ് വരുമാഴ്ചയിൽ രൂപയുടെ ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ഉള്ളത്. തുടർന്ന് $86.64 എന്ന ലെവലും സപ്പോർട്ടായി കണക്കാക്കാം. മറുവശത്ത് $86.26 എന്നതാണ് രൂപയുടെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. തുടർന്ന് $85.79 എന്ന ലെവലും അടുത്ത റെസിസ്റ്റൻസ് സോണായി ആക്ട് ചെയ്യപ്പെടും. പോയ വാരം വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ അറ്റവാങ്ങലാണ് നടത്തിയത്. FIIകൾ 8709.6 കോടിയുടെ നിക്ഷേപം രേഖപ്പെടുത്തി. ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ 12635.58 കോടിയുടെ നിക്ഷേപവും സമാന കാലയളവിൽ നടത്തി. കഴിഞ്ഞ വാരം വിപണിക്ക് നിർണായകമായത് ജൂൺ 16-നെത്തിയ WPI കണക്കുകളായിരുന്നു. മൊത്തവില സൂചിക അടിസ്ഥാനമാക്കിയുള്ള പണപ്പെരുപ്പം ഏപ്രിലിൽ 14 മാസത്തെ ഏറ്റവും താഴ്ന്ന നിരക്കായ 0.39%-ലെത്തി. ഭക്ഷ്യ ഇന്ധന വിലയിലെ ഇടിവായിരുന്നു ഇതിന് കാരണമായത്. ഏപ്രിലിൽ 0.85%-ൽ നിന്നും 0.8%-ലെത്തുമെന്നായിരുന്നു അനുമാനങ്ങൾ. വരുന്ന വാരം ജൂൺ 23-ന് S&P ഗ്ലോബൽ മാനുഫാക്ചറിംഗ് സർവീസസ് PMI ഡാറ്റകൾ പുറത്തുവരും. അന്ന് തന്നെ കറന്റ് അക്കൗണ്ട് ഡെഫിസിറ്റ് കണക്കുകളും പ്രഖ്യാപിക്കുന്നുണ്ട്. പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നും RBIയിൽ നിന്നും ലഭിച്ച ലാഭവിഹിതം കാരണം കറന്റ് അക്കൗണ്ട് ഡെഫിസിറ്റ് കുറയാനുള്ള സാധ്യതയാണ് കാണുന്നത്. കഴിഞ്ഞ വർഷം കറന്റ് അക്കൗണ്ട് ഡെഫിസിറ്റായി രേഖപ്പെടുത്തിയത് GDPയുടെ -0.7% തൊട്ടടുത്ത ദിവസം ജൂൺ 25-ന് M3 മണി സപ്ലൈ കണക്കുകളും പബ്ലിഷ് ചെയ്യും. ജൂൺ 28-ന് മെയ് മാസത്തിലെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഡാറ്റയും മാനുഫാക്ചറിംഗ് ഔട്ട്പുട്ട് കണക്കുകളും പുറത്തുവരും. പതിവ് പോലെ തന്നെ ഫോറക്സ് ഡാറ്റ ജൂൺ 27-ന് റിപ്പോർട്ട് ചെയ്യും. ജൂൺ 13-ന് അവസാനിച്ച ആഴ്ചയിൽ ഇന്ത്യയുടെ വിദേശ നാണ്യ കരുതൽ ശേഖരം $2.29 ബില്യൺ ഉയർന്ന് $698.95 ബില്യൺ. അടുത്തയാഴ്ച പ്രൈമറി മാർക്കറ്റ് വളരെ തിരക്കേറിയ ഒരു ഷെഡ്യൂളാണ് കാണാൻ പോകുന്നത്. കാരണം 12 കമ്പനികളാണ് 15800 കോടി രൂപയുടെ IPOകളുമായി ദലാൽ സ്ട്രീറ്റിൽ എത്തുന്നത്. ഇതിൽ 5 എണ്ണം മെയിൻ ബോർഡ് വിഭാഗത്തിൽ നിന്നുള്ളവയാണ്. ഹ്യുണ്ടായി മോട്ടോഴ്സിന് ശേഷമുള്ള ഏറ്റവും വലിയ IPOയുമായാണ് HDB ഫൈനാൻഷ്യൽ എത്തുന്നത്. 2007-ൽ സ്ഥാപിതമായ കമ്പനി റീറ്റെയിൽ ഫോക്കസ്ഡ് ആയിട്ടുള്ള നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ കമ്പനിയാണ്. 12500 കോടി രൂപ സമാഹരിക്കാൻ ഉദ്ദേശിക്കുന്ന കമ്പനി IPO ഓപ്പൺ ആകുന്നത് ജൂൺ 25-നാണ്. കമ്പനിയുടെ IPO സബ്സ്ക്രിപ്ഷൻ അവസാനിക്കുന്നത് 27-ാം തീയതിയും. പ്രൈസ് ബാൻഡ് നിശ്ചയിച്ചിരിക്കുന്നത് 700 രൂപ മുതൽ 740 രൂപ വരെയാണ്. ഒപ്പം ജൂലൈ 2-നായിരിക്കും ഓഹരികൾ ലിസ്റ്റ് ചെയ്യപ്പെടുക. ഗ്ലോബ് സിവിൽ പ്രോജക്ട്സ് ലിമിറ്റഡ് IPOയാണ് അടുത്ത ആഴ്ചയിലെത്തുന്ന ആദ്യ മെയിൻ ബോർഡ് IPO. 2002-ൽ സ്ഥാപിതമായ കമ്പനി എഞ്ചിനീയറിംഗ്, പ്രൊക്യൂർമെന്റ് ആൻഡ് കൺസ്ട്രക്ഷൻ വർക്കുകൾ ചെയ്യുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. 119 കോടി രൂപ സമാഹരിക്കാനാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. ജൂൺ 24-ന് ഓപ്പൺ ആകുന്ന കമ്പനിയുടെ IPO സബ്സ്ക്രിപ്ഷൻ അവസാനിക്കുന്നത് 26-ാം തീയതിയാണ്. പ്രൈസ് ബാൻഡ് നിശ്ചയിച്ചിരിക്കുന്നത് 67 മുതൽ 71 രൂപ എന്ന റേഞ്ചിലാണ്.
ജൂലൈ 1-നാണ് കമ്പനി ലിസ്റ്റ് ചെയ്യപ്പെടുക. എലൻ ബാരി ഇൻഡസ്ട്രിയൽ ഗ്യാസസ് ലിമിറ്റഡ് എത്തുന്നത് 852.53 കോടി രൂപ സമാഹരിക്കാനാണ്. 1973 സ്ഥാപിതമായ കമ്പനി ഇൻഡസ്ട്രിയൽ, മെഡിക്കൽ ആൻഡ് സ്പെഷ്യാലിറ്റി ഗ്യാസസ് പ്രോഡക്റ്റുകളുടെ നിർമ്മാണവും വിതരണവുമാണ് ചെയ്തുവരുന്നത്. ജൂൺ 24-ന് ഓപ്പൺ ആകുന്ന കമ്പനിയുടെ IPO സബ്സ്ക്രിപ്ഷൻ അവസാനിക്കുന്നത് 26-ാം തീയതിയാണ്. പ്രൈസ് ബാൻഡ് 380 രൂപ മുതൽ 400 രൂപ വരെയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ജൂലൈ 1-നാണ് ഓഹരികൾ ലിസ്റ്റ് ചെയ്യപ്പെടുക. അടുത്തയാഴ്ച IPOയുമായി എത്തുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കമ്പനി കൽപതാരു ലിമിറ്റഡ് ആണ്. കമ്പനി സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് പ്രോപ്പർട്ടികൾ, റീറ്റെയിൽ സ്പേസുകൾ, സംയോജിത ടൗൺഷിപ്പുകൾ എന്നിവ വികസിപ്പിക്കുന്നതിലാണ്. ജൂൺ 24-ന് ആരംഭിക്കുന്ന ഇഷ്യൂവിലൂടെ 1590 കോടി രൂപ സമാഹരിക്കാനാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. ഫ്രഷ് ഇഷ്യൂ വഴിയാണ് കമ്പനി മുഴുവൻ തുകയും സമാഹരിക്കുക. ഇഷ്യൂവിന്റെ പ്രൈസ് ബാൻഡായി വരുന്നത് 387 രൂപ മുതൽ 414 രൂപ വരെയാണ്. ജൂലൈ 1-നാണ് ഓഹരികൾ ലിസ്റ്റ് ചെയ്യപ്പെടുക. സംഭവ് സ്റ്റീൽ ട്യൂബ്സ് IPO എത്തുന്നത് 540 കോടി രൂപ സമാഹരിക്കാനാണ്. 2017-ൽ സ്ഥാപിതമായ കമ്പനി ഇലക്ട്രിക് റെസിസ്റ്റൻസ്, വെൽഡഡ് സ്റ്റീൽ പൈപ്സ് ആൻഡ് സ്ട്രക്ചറൽ ട്യൂബ്സ് എന്നിവ നിർമ്മിക്കുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ജൂൺ 25-ന് ഓപ്പൺ ആകുന്ന കമ്പനി IPO സബ്സ്ക്രിപ്ഷൻ അവസാനിക്കുന്നത് 27-ാം തീയതിയാണ്. 77 രൂപ മുതൽ 82 രൂപ വരെയാണ് പ്രൈസ് ബാൻഡ് നിശ്ചയിച്ചിരിക്കുന്നത്. ഒപ്പം ജൂലൈ 2-ന് ഓഹരികളുടെ ലിസ്റ്റിംഗും നടക്കും. ഇസ്രയേൽ-ഇറാൻ കോൺഫ്ലിക്റ്റ് കാരണം കഴിഞ്ഞയാഴ്ച 25,222 എന്ന ഹൈയിൽ നിന്നും ഏകദേശം 3% ഇടിവാണ് നിഫ്റ്റിയിൽ സംഭവിച്ചത്. അതിനുശേഷം 24,400-ൽ നിന്നും നല്ലൊരു ബുള്ളിഷ് മൂവ്മെന്റും കാഴ്ചവെച്ചു. ഒരു ഹൈ വോളിയം ബേസിസിൽ ബ്രേക്ക്ഔട്ട് നൽകി 1.3% നേട്ടത്തോടെയാണ് വെള്ളിയാഴ്ച നിഫ്റ്റി 50 ക്ലോസ് ചെയ്തത്. ഒരു വീക്ക്നെസ്സിന് ശേഷം സ്ട്രോങ് ബുള്ളിഷ് ഫോർമേഷൻ ഉണ്ടായി എന്നാണ് HDFC സെക്യൂരിറ്റീസിലെ അനലിസ്റ്റ് നാഗരാജ് ഷെട്ടി പറയുന്നത്. കൂടാതെ നിഫ്റ്റി 50 സൂചിക അതിന്റെ ഹയർ ലോ റേഞ്ചിന്റെ അപ്പർ എൻഡിൽ ട്രേഡ് ചെയ്യുന്നത് പോസിറ്റീവ് ആണെന്നും അദ്ദേഹം പറയുന്നു. ഇവിടെ 25,200 മുതൽ 25,300 ഒരു പ്രധാന റെസിസ്റ്റൻസ് ആയിരിക്കുമെന്നും ഡൗൺ സൈഡിൽ 24,800 മുതൽ 24,750 സപ്പോർട്ടായി ആക്ട് ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. കോട്ടക് സെക്യൂരിറ്റീസിലെ അനലിസ്റ്റ് അമോൽ അഥവാല പറയുന്നത് 24,850 മുതൽ 24,700 ഷോർട്ട് ടേം ട്രേഡേഴ്സിന് പ്രധാന സപ്പോർട്ട് ആയേക്കാമെന്നാണ്. ഈ റേഞ്ചിന് മുകളിൽ നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ 25,200 ഫസ്റ്റ് റെസിസ്റ്റൻസും പിന്നീട് 25,400 മുതൽ 25,500 സെക്കൻഡ് റെസിസ്റ്റൻസ് ആയി പരിഗണിക്കാമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. SBI സെക്യൂരിറ്റീസിലെ അനലിസ്റ്റുകൾ പറയുന്നത് നിഫ്റ്റി ടെക്നിക്കലി സ്ട്രോങ് ആണെന്നാണ്. RSI വീക്ക്ലി ബേസിസിൽ 60-ന് മുകളിൽ ക്രോസ് ചെയ്തിട്ടുണ്ടെന്നും കൂടാതെ വിക്സിൽ കൂൾ ഡൗൺ സംഭവിക്കുന്നതും പോസിറ്റീവ് ആണെന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. 24,840 മുതൽ 24,780 സപ്പോർട്ടായും 25,450 മുതൽ 25,500 റെസിസ്റ്റൻസ് ആയി പരിഗണിക്കാമെന്നും അവർ സൂചിപ്പിച്ചു. ബാങ്ക് നിഫ്റ്റിയും ഹെൽത്തി ആയ മൂവ്മെന്റ് ആയിരുന്നു കാഴ്ചവെച്ചത്. ഒരു സ്ട്രോങ് ബുള്ളിഷ് കാൻഡിൽ ഫോം ചെയ്ത് ഏകദേശം 1.2% നേട്ടത്തോടെയാണ് ആഴ്ചയിലെ അവസാന ദിനം ക്ലോസ് ചെയ്തിരിക്കുന്നത്. ബജാജ് ബ്രോക്കിംഗിലെ അനലിസ്റ്റുകൾ പറയുന്നത് സൂചികയുടെ ബയസ് ഇപ്പോഴും പോസിറ്റീവ് ആണെന്നാണ്. ഒപ്പം RSIയും ടെക്നിക്കലി സപ്പോർട്ട് ചെയ്യുന്നുവെന്നും അവർ സൂചിപ്പിക്കുന്നു. ഇവിടെ 55,500 മുതൽ 55,350 സപ്പോർട്ട് ലെവലായും 56,500 ബാങ്ക് നിഫ്റ്റിയുടെ റെസിസ്റ്റൻസ് ആയി പരിഗണിക്കാമെന്നും അവർ പറയുന്നു. വരുന്ന വാരത്തിൽ ഡാറ്റകൾക്കപ്പുറത്തേക്ക് ഇറാൻ-ഇസ്രയേൽ യുദ്ധം തന്നെയാണ് വിപണികളുടെ ഗതിയെ നിർണ്ണയിക്കുക. കാര്യങ്ങളിൽ അമേരിക്കയുടെ ഇടപെടലും അതിന്റെ റിപ്പിൾ എഫക്ട്സും ഉണ്ടായാൽ യുദ്ധം കൂടുതൽ എസ്കലേറ്റ് ചെയ്തേക്കാം. അതുകൊണ്ട് തന്നെ ഒരു കോഷ്യസ് സ്റ്റാൻസ് നിക്ഷേപകർ സ്വീകരിക്കേണ്ടതുണ്ട്. മാർക്കറ്റിന്റെ കൂടുതൽ അപ്ഡേറ്റ്സും എക്സ്പേർട്ട് ഒപ്പീനിയനും ഒക്കെയായിട്ട് തിങ്കളാഴ്ച രാവിലെ 8:30-ന് മാർക്കറ്റ് പ്ലസിൽ കാണാം. നന്ദി, നമസ്കാരം.